മുണ്ടക്കയിൽ നിന്ന് സ്കൂൾ റോഡിൽ നിന്ന് സിനോജ് തോമസും ഒപ്പം അല്ലമീനും ചേരുന്നുണ്ട്. ആദ്യം സിനോജ് തോമസിലേക്കാണ്. സിനോജ്, ഏകദേശം ഒരു 2000-ഓളം പേരെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് നേരത്തെ ആ ഒരു ബൈറ്റ് വന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1800 കടന്നിരിക്കുന്നു, ആളുകൾ എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. 9 മണിയാവുമ്പോഴേക്കും അല്ലേ? 1845 സന്നദ്ധ പ്രവർത്തകർ എത്തിയെന്നല്ലേ സിനോജ്? അതായത് അതെ 1845 സന്നദ്ധ പ്രവർത്തകർ ഈ 9 മണി വരെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇന്നലെ മന്ത്രിമാർ പറഞ്ഞത് 9 മണി വരെ രജിസ്റ്റർ ചെയ്യുന്നവരെ മാത്രമേ കയറ്റി വിടുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ വഴിനീളെ ആളുകളാണ്, നിരവധി വാഹനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പല ജില്ലകളിൽ നിന്ന്, കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നൊക്കെ തന്നെ ആളുകൾ വരുന്നു. ആ സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു പാസ് നൽകിക്കൊണ്ടാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. കൃത്യമായ എണ്ണം വെച്ചുകൊണ്ടാണ് കയറ്റി വിടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്കൂൾ റോഡിലാണ്. ഏകദേശം ശൂരൽമലയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അകത്തേക്ക് കയറിയാണ് വന്നിരിക്കുന്നത്. ഈ വരുന്ന ആളുകളൊക്കെ തന്നെ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നടന്നു നീങ്ങി പരിശോധന നടത്തുകയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സൈന്യം ഉൾപ്പെടെ എത്തി ഈ പാറക്കഷ്ണങ്ങളൊക്കെ തന്നെ ഇളക്കി മറിച്ച് ഹിറ്റാച്ച് വെച്ചൊക്കെ തന്നെ പരിശോധിച്ച് പോയതാണ്. എങ്കിൽ കൂടി വീണ്ടും എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഈ 2000-ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങി പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ എക്സ്കവേറ്ററിന്റെ സഹായമൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, മന്ത്രി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്യാമ്പിൽ നിന്നുള്ള ആളുകൾ വന്നാൽ അവരെ കയറ്റി വിടുമെന്ന് പറഞ്ഞു. പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നു ആ രീതിയിൽ ക്യാമ്പിൽ നിന്ന് ആളുകൾ ഇന്ന് കാര്യമായി ഇവിടേക്ക് വന്നിട്ടില്ല. അങ്ങനെ ക്യാമ്പിൽ നിന്ന് ആളുകൾ വന്ന് ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലമാണെങ്കിൽ കൂടുതൽ പരിശോധിക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന സ്ഥലങ്ങളിൽ പരിശോധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിശദമായി തന്നെ പരിശോധിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം അങ്ങനെ കുറച്ച് ആളുകൾ വന്ന് ചൂണ്ടിക്കാണിച്ച സ്ഥലത്തൊക്കെ തന്നെ പരിശോധനയൊക്കെ തന്നെ ഫയർഫോഴ്സ് നടത്തിയിരുന്നു. പക്ഷേ ഇന്ന് ആ രീതിയിൽ നാട്ടുകാരോ അല്ലെങ്കിൽ ഈ ദുരന്ത ബാധിതരോ ഈ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ സന്നദ്ധ പ്രവർത്തകർ പരമാവധി മേഖലയിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടുള്ള ഒരു തെരച്ചിലാണ് നടക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ മണ്ണ് മാറ്റാനുണ്ടെങ്കിൽ അത് ഹിറ്റാച്ചിയും മറ്റ് ബൂം എക്സ്കവേറ്ററൊക്കെ തന്നെ വെച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ എത്തിയത്. അതായത് അദ്ദേഹം ചൂരൽമലയിൽ നിന്ന് സ്കൂൾ റോഡ് വെള്ളാറമല സ്കൂൾ വഴി മുന്നോട്ട് നടന്നു നീങ്ങി ഈ ഇവിടെ കാണുന്ന 2 വീടുണ്ട്. ആ വീടിന്റെ മുറ്റം വരെയാണ് പ്രധാനമന്ത്രി ഇന്നലെ എത്തുകയും ഈ ദുരന്ത ഭൂമി ഇവിടെ നിന്ന് സന്ദർശിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ അപകടത്തിന്റെ തീവ്രത പ്രധാനമന്ത്രിക്ക് മനസ്സിലാകുമായിരുന്നു. കാരണം നിരവധി വീടുകൾ, ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞ് 160-ലധികം വീടുകൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ വെള്ളാറമല സ്കൂൾ എത്തുന്നതിന് മുൻപ് ദ്വീപ് പോലെയായി 2 ഭാഗങ്ങളായിട്ട് ഇവരുൾ ഒഴുകി പോവുകയായിരുന്നു. നിരവധി വീടുകൾ പൂർണ്ണമായും തൂത്തെറിയപ്പെട്ടു. ഈ തുരുത്തിലുള്ള വീടുകൾ പൂർണ്ണമായി തന്നെ തകർന്നു പോവുകയും ഭാഗ്യമായി തകർന്ന വീടുകളുമുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ അപകടത്തിന്റെ വ്യാപ്തി പ്രധാനമന്ത്രിക്ക് ഇന്നലെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ഇവിടെ വെച്ചാണ് ADGP അജിത് കുമാർ ആദ്യം തന്നെ ഈ അപകടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് വിശദീകരിച്ച് നൽകുന്നത്. അതായത് ഈ ദുരന്ത ഭൂമിയിൽ വന്നു കിടക്കുന്ന പാറക്കഷങ്ങൾ കണ്ടാൽ തന്നെ പ്രധാനമന്ത്രിക്ക് ഇതിന്റെ ഒരു വ്യാപ്തിയും തീവ്രതയും മനസ്സിലാകുമായിരുന്നു. ഇവിടെ നിന്ന് അദ്ദേഹം കാൽനടയെ വന്ന് സന്ദർശിച്ചാണ് മടങ്ങിപ്പോയിരിക്കുന്നത്. ഇന്നും നിരവധി രക്ഷാപ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണ്. ബേലിപ്പാലം വഴി മുണ്ടക്കൈ പുഞ്ചിരിമട്ടം വരെ പോകുന്നു. ഇനി 130 ആളുകളെ കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. അത് ഒരു 95% വരെ കറക്റ്റ് ആയിരിക്കുമെന്നാണ് ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം 226 പേര് ഔദ്യോഗികമായി മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നു. 198 ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കണ്ടെത്താനുള്ളവരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് പറയുന്നു. സജീവമായ തെരച്ചിൽ ഉച്ചവരെ ഉണ്ടാവും. വേണമെങ്കിൽ ആളുകൾക്ക് വൈകിട്ട് വരെ തിരയാമെന്നും മന്ത്രിസഭ ഉപസമിതി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കാര്യക്ഷമമായ തെരച്ചിൽ ഇന്ന് നടക്കുകയാണ്. പരമാവധി സന്നദ്ധ പ്രവർത്തകരെ ഈ പ്രദേശത്തേക്ക് കയറ്റിവിട്ടുള്ള തെരച്ചിലാണ് നടക്കുന്നത്. NDRFിന്റെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസ് ടീമൊക്കെ തന്നെ ഈ പുഞ്ചിരിമട്ടത്തും ഒപ്പം തന്നെ സ്കൂൾ റോഡിലും മുണ്ടക്കയിലൊക്കെ തന്നെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബിനിൽ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സിനോജ്. ഇപ്പോൾ